നമുക്കിന്ന് ഒരു വെജിറ്റബിൾ സ്റ്റൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ദീനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സ്റ്റൂ ഉണ്ടാക്കാൻ ഞാൻ എടുത്തേക്കുന്നതേ ഉരുളൻകിഴങ്ങ് ഒരെണ്ണം, പിന്നെ ക്യാരറ്റ് 2 എണ്ണം, നേന്ത്രക്കായ ഒരെണ്ണം ചെറുത്, പിന്നെ ഗ്രീൻ പീസും ബീൻസും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നമുക്ക് പച്ചക്കറി ഏത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാം. ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, നേന്ത്രക്കായ ഇതെല്ലാം ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നേന്ത്രക്കായയുടെ തൊലി ചെത്തി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ വേവിച്ചാൽ വെന്തുടഞ്ഞു പോകും, അതുകൊണ്ട് സ്റ്റീൽ പാത്രത്തിലാണ് വേവിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന തേങ്ങാപ്പാൽ തയ്യാറാക്കാം. അരമുറി തേങ്ങ മിക്സിയിൽ അരച്ചിട്ട് അതിൻ്റെ 1ഉം 2ഉം പാലെടുക്കണം. നമുക്ക് അതിൻ്റെ 2ആം പാല് പിഴിഞ്ഞെടുക്കാം. കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും കുറച്ച് ചാറ് അധികം ആവരുത്. നമ്മൾ തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുമ്പോൾ പിന്നെ കുറേ വെള്ളം പോലെ ആവില്ലേ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റിക്കാം കേട്ടോ. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കറുവാപ്പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള ഗരം മസാലയുടെ കൂട്ടുണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നമുക്കതിലേക്ക് ഞാനിതൊരു 3 പച്ചമുളക് നെടുകെ കീറിയതാണ്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി. ഇതങ്ങനെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നാൽ പച്ചമണം ഒന്ന് മാറിയാൽ മതി. അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇടാം. നമുക്കൊരു സവാള അരിഞ്ഞിട്ട് കൊടുക്കും. ഇതുപോലെ അരിഞ്ഞത്. ഇതങ്ങനെ ബ്രൗൺ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് നേരം സവാള ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇടാം. നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങളിലേക്ക് ഇടാം. നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചതിൻ്റെ 2ആം പാൽ ഒഴിക്കും. ഇനി നമുക്കിതിലേക്ക് 1ആം പാൽ ഒഴിക്കാം. 1ആം പാൽ ഒഴിച്ച് തിളപ്പിക്കണ്ട കേട്ടോ. 1ആം പാൽ ഒഴിച്ച ഉടനെ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കിതിലേക്ക് അല്പം വെളിച്ചെണ്ണയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കറി മൂടി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ് ഇതിന് ടേസ്റ്റ് എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് അതിന്. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് പറയണേ.